നന്ദിനി, താനെന്തിനാ കടയുടെ ഉള്ളിലേക്ക് കയറുന്നേ? വേണ്ട സാധനങ്ങൾ പറഞ്ഞാ അയാൾ എടുത്തു തരില്ലേ? അങ്ങനെയാണോ? സാധനങ്ങൾ വാങ്ങിക്കുമ്പോ എല്ലാം നോക്കിയെടുക്കണ്ടേ? ഓ, അങ്ങനെയായിരുന്നോ? വഴി തെറ്റിപ്പോലും സാർ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും വന്നിട്ടുണ്ടാവില്ല അല്ലേ? ആ, എന്താ വേണ്ടത് മാഡം? ഞാൻ നോക്കിയെടുത്തോളാം. ഓക്കെ, എന്നാ ഞാനും കൂടാ. ആ, ഇതെനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ ഓംലേറ്റ് കിട്ടുന്നല്ലേ? ആ, ലേഡീസ് ഫിംഗർ. എന്താ സർ? ഇതില് ഒരു 2-3 എണ്ണത്തിന്റെ പേരൊക്കെ എനിക്കറിയാം, ബാക്കിയൊന്നും ഒരു പിടിയുമില്ല. ഒരാഴ്ച സ്ഥിരമായിട്ട് ഇങ്ങോട്ട് വന്നാ മതി, എല്ലാം പഠിക്കാം. പഠിക്കണമെങ്കിൽ പഠിക്കാം, പക്ഷേ അതുകൊണ്ട് എനിക്കെന്താ കാര്യം? വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാലേ മേശപ്പുറത്ത് ഓരോന്നും എത്തില്ല. ചേട്ടാ, സവാളക്ക് എന്താ വില? കിലോയ്ക്ക് 50 രൂപ മാഡം. ഒരു 50 മീറ്റർ അപ്പുറത്തെ 4 കിലോ സവാള 100 രൂപയ്ക്കാ വിൽക്കുന്നത്. എന്നിട്ടാണോ നിങ്ങൾ ഇവിടെ 1 കിലോ 50 രൂപയ്ക്ക് വിൽക്കുന്നത്? അതവര് വേറെ എവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നേ മാഡം. ഓ പിന്നെ, അവരിവിടെ ആകാശത്തിൽ നിന്ന് പൊട്ടിക്കുന്നു, നിങ്ങൾ ഇവിടെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നു, അത്രയല്ലേ? എനിക്ക് അത്രയൊന്നും തരാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു 40 രൂപ, അതിൽ കൂടുതൽ തരാൻ പറ്റില്ല. ആ നന്ദിനി, ഒരു 10 രൂപയുടെ കാര്യല്ലേ, അതിന് താനെന്തിനാ തർക്കിക്കുന്നേ? 10 രൂപ ചെറിയ പൈസയാണോ? സർ, ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനിടയിൽ ദയവ് ചെയ്ത് സാർ കയറി ഇടപെടരുത്. താനെന്തേ കാണിക്കുന്നേ? അയാൾക്ക് ദേഷ്യം വരും. അയാൾക്ക് ദേഷ്യം വരുമൊന്നുമില്ല, ഇത് വെണ്ടയ്ക്ക് മൂത്തു പോയതാണോ നോക്കുന്നതാ. ദാ, ഇങ്ങനെ കാണിക്കുമ്പോഴേ ഇത് ഒടിഞ്ഞു വരികയാണെങ്കിൽ ഇളയതാണ് അർത്ഥം, ഇത് നല്ലതാ. അപ്പൊ ഒരു പച്ചക്കറി കടയില് ഇത്രമാത്രം രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലേ? സാറെന്തേ കാണിക്കുന്നേ? അല്ല, ഇതും നല്ലതാണെന്ന് നോക്കണ്ടേ, അതുകൊണ്ട് ഒടിച്ചു. നല്ലതല്ലേ? കൊള്ളാം. ഈ ഒടിക്കുന്നൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കേണ്ടി വരും. എന്റെ സാറ് ഇത്ര ബോധമില്ലാതായി പോയല്ലോ. എന്നാ പിന്നെ ഓടിക്കേണ്ടത് ഏതാ ഓടിക്കേണ്ടാത്തത് ഏതാ എന്ന് താൻ തന്നെ പറഞ്ഞത്, ഞാൻ നോക്കട്ടെ. തൽക്കാലം സാർ ഇതൊക്കെ നോക്കിക്കണ്ട് പഠിച്ചാ മതി, ഇടപെടണ്ട. ചേട്ടാ, ഇതിന്നൊക്കെ ഓരോ 250 ഗ്രാം വെച്ചെടുക്ക്. അതെന്താ 250 ഗ്രാമോ? നോ നോ, നമുക്കേ അതൊന്നും പോരാ. എക്സ്ക്യൂസ് മീ, എല്ലാവരും 5 കിലോ എടുത്തു. 5 കിലോയോ? ഭ്രാന്തുണ്ടോ സാറിന്? സർ, നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടതിനൊരു കണക്കുണ്ട്, അല്ലാതെ കൊണ്ടുപോയി ചീത്താക്കി കളയാൻ വയ്യ. സീ നന്ദി, അറ്റ്ലീസ്റ്റ് ഒരു 2 കിലോ ഇതെങ്കിലും എടുക്ക്. അതിൽ കുറച്ച് താൻ പറയണ്ട, ഞാൻ സമ്മതിക്കില്ല. എന്താന്ന് വെച്ചാ ചെയ്തോ. ചേട്ടാ, പിന്നെ ഈ കറിവേപ്പില അതും 2 കിലോ എടുത്തോ. കഷ്ടം. എന്താ? ഒന്നുമില്ല. ഈ അവസ്ഥയൊക്കെ കണ്ട എങ്ങനെയാ ചിരിക്കാതിരിക്ക? 2 കിലോ കറിവേപ്പിലയോ? അതും പിടിച്ച് നടന്നു പോയാലേ ഒരു കാട് ഇളകി വരുന്ന പോലെ ഉണ്ടാവും. ഉണ്ടാവട്ടെ. എടോ, ഇത് നട്ട് നനച്ചവർക്ക് എന്തെങ്കിലും കിട്ടണ്ടോ? താൻ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ കർഷകരുടെ ദുരന്തങ്ങളെ കുറിച്ച്? ഉഴുതു മറിച്ചും വിതച്ചും വെള്ളം ഒഴിച്ചും അവസാനം ഒന്നും കിട്ടാതെ പോകുന്ന കർഷകർ. ഈ വേപ്പിലയും അങ്ങനെ ഒരാൾ ഉണ്ടാക്കിയതാവില്ലേ? അവർക്കൊരു ആശ്വാസം ആവട്ടോ. പക്ഷേ ഈ കടയിൽ കൊടുത്താല് ആ കർഷകന് ഈ പണം എത്തോ? കർഷകർക്ക് പണം കൊടുക്കണമെങ്കിലേ കർഷകരുടെ അടുത്ത് പോണം. പോകാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അതിനുള്ള മനസ്സുണ്ട്, പിന്നെന്താ പോവാത്തത്?
അല്ല, ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് നോക്കാം. ചേട്ടാ എല്ലാം എടുത്തിട്ട് ബില്ലിട്ടോ. സർ ഞാനിപ്പോ വരാം. താനവിടെ പോകുന്നു? അപ്പുറത്തൊരു വളക്കട കണ്ടു, വെറുതെ ഒന്ന് കയറി നോക്കാൻ. വെറുതെ നോക്കുന്ന എന്തിനാ, വാങ്ങിച്ചൂടെ? 2 കിലോ വള വാങ്ങിക്കട്ടെ. ഇപ്പൊ വരാം. നിങ്ങൾ രണ്ടുപേരും നല്ല കമ്പനിയാണല്ലേ സാറേ? അങ്ങനെ തോന്നിയോ? ആ തോന്നി. എന്നാ കൊള്ളാം. ബില്ലിട്ടോ ബില്ലിട്ടോ. കമ്പനിയെ